അടുത്ത റെഡ് റോക്സ് തിയേറ്റേഴ്സ് വീണ്ടും ഒരു നാടകവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എന്നാൽ ഇത്തവണ ചില പുതിയ മാറ്റങ്ങളും പരീക്ഷണങ്ങളുമായിട്ടാണ് അവർ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത്. ക്രിസ് മോൺസൺ ചിട്ടപ്പെടുത്തിയ ഒരു പുതിയ കലാ ആവിഷ്കാരം, കഥാനാടകം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുത്തൻ ആശയത്തെ നമുക്ക് വീണ്ടും കൈനീട്ടി സ്വീകരിക്കാം. The participants are Arjun Baby, Arjun KM, Fabian Xavier, Jeetu Joby, Jeff Rose, Jay Shankar, Cora Kurvilla, Chris Monson, Linda Sally, Manu Sahadevan, Mansur Xavier, Murli Verma, Premjit V, Rama Lakshmi Jay, Sanju Jacob, Venu Prasad Odatil. സഹൃദയ, ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഇതിഹാസം മഹാഭാരതം, അതിൽ തന്നെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരേട് ഞങ്ങളുടെ കഥാനാടകമായി അവതരിപ്പിക്കുന്നു. പരീക്ഷണങ്ങളെ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള കൊളറാഡോ മലയാളികൾക്ക് മുന്നിൽ ഞങ്ങളിത് വിനയപുരസ്സരം സമർപ്പിക്കുന്നു. ശ്രീ പ്രശാന്ത് നാരായണന്റെ ഛായാമുഖി എന്ന നാടകത്തെ ആസ്പദമാക്കിയാണ് ഈ ആവിഷ്കാരം. നാടോടി കഥകളിൽ മറഞ്ഞു കിടക്കുന്ന വിസ്മയ കണ്ണാടിയുടെ കഥ, അത് തേടിപ്പോയ രണ്ട് കള്ളന്മാരിലൂടെ ഞങ്ങൾ തുടങ്ങുന്നു. രംഗം 1, തസ്കര ചരിതം. കായംകുളം കൊച്ചുമ്മയുടെ തലമുറയിൽപ്പെട്ട കള്ളനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു ജന്മമായി പോയല്ലോ കടമ്പ നമ്മുടേത്. എന്റെ അണ്ണ, നമുക്ക് ഈ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ മോഷണം നിർത്തി വല്ല പുരാവസ്തുക്കളും പിടിച്ചാലോ? എന്നാലേ ഒരു സാധനമുണ്ട്. നൂറ്റാണ്ടുകളുടെ അപൂർവ ശേഖരത്തിൽപ്പെട്ട നാടോടിക്കഥകളിൽ മറഞ്ഞു കിടക്കണ ഒരു വിസ്മയ കണ്ണാടി, ഛായാമുഖി. എന്തോന്ന്? എടാ, അതൊരു പ്രത്യേക തരം കണ്ണാടിയാണ്. അതിൽ നോക്കിയ നമ്മുടെ മുഖമല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാളിന്റെ മുഖം കാണാം. കൊള്ളാം. പക്ഷെ സംഭവം ഇപ്പൊ എവിടെയുണ്ട്? ആർക്കറിയാം? ഇയാളെ കൊണ്ട് നടക്കില്ല. ദൂരെയാ കാട്ടുവഴിയെ ആരാണ്ട് വരണുണ്ടല്ല. 1, 2, 3, 4, 5, 6 6 പേര് ഇരുട്ടത്തോ? അതിലൊരു പെണ്ണുണ്ടല്ലോ. നോക്കട്ടെ. നീൾമുടി നീളയഴിഞ്ഞും മേലാകെ വാടിയുലഞ്ഞും കാടാകെ ഓട്ടമറിഞ്ഞും. പാട്ടൊക്കെ നിർത്ത്, നമുക്ക് പോയി നോക്കാം. വല്ല വമ്പൻ കോള് മൊത്താലോ? നിൽക്ക്. എങ്ങോട്ട് പോകുന്നു? എന്താ പാട്ടത്തിൽ? കുറച്ച് ആയുധങ്ങളാണ്. അല്ല, നിങ്ങൾ നാടക നടന്മാരാണോ? ഈ കഥകളി വേഷം കണ്ടിട്ട് ചോദിച്ചതാണ്. കഥ കളിച്ചവരാണ് പണ്ട്. ഇപ്പോൾ ശാപം കൊണ്ട് ഒരു നാടകത്തിന്റെ തൂലിക പണിക്ക് അടിമകളായി ജനിച്ചിരിക്കുന്നു. ഒരു കണക്കിന് ജീവിത നാടകം തന്നെ അന്ന് വിരാട രാജ്യത്ത് ചൂതാട്ടത്തിൽ തോറ്റ് ഹസ്തിനപുരം നഷ്ടപ്പെട്ട് അജ്ഞാതവാസത്തിലായ ഞാനും എന്റെ അനുജന്മാരും നമ്മുടെ കൊത്തയും പറ്റെടുത്ത് ചെയ്യുക. ഇനി യാത്ര വിരാടത്തേക്ക്. ഇത് പാണ്ഡവരല്ലേ? ഇവരും ഈ കള്ളന്മാരും ഈ കാലഘട്ടത്തിലും. നമ്മുടെ കഥ കാലാതീതമാണ്. കാലത്തിനും ദേശത്തിനും അപ്പുറം സഞ്ചരിച്ച സങ്കീർണമായ മനുഷ്യ മനസ്സിന്റെ വ്യാപാരങ്ങളുടെ കഥ തുറന്നു കാണാം. നമുക്ക് ഇവരുടെ കൂടെ കൂടിയാലോ? അവിടെ പോയി എന്തെങ്കിലും പണിയെടുക്കാം. അതെ. വീണ്ടും ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നമുക്ക് അവിടെ വിളിക്കാം. ദ്രൗപദി, കുലസ്ത്രീകൾക്ക് ചേരാത്ത കാര്യങ്ങൾ ഈ ഭീമന് ഇനി ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഈ പരകായ വേഷം അഴിച്ചു വെച്ച് തീരാ കഥയുടെ മാറുപുലർന്ന് രക്തം കണ്ടെത്തണം. പ്രണയം തീരെ പോകുന്നില്ല. ഇതുപോലൊരു കാട്ടിൽ ഒരു കാട്ടുപെണ്ണിന്റെ കരം പിടിച്ചതും കരുത്തുള്ള ഒരു കഥ
നാട്ടരജൻ നീ പോയതും ഓർക്കുന്നുണ്ടോ? ദ്രൗപദി, അവൾ കിടുമ്പി ദേവഭാവം കൊണ്ടും അംഗലാവണ്യത്തിലും എന്നെ മയക്കിയ ഈ കാടിന്റെ സുന്ദരി കിനാവ് പോലെ സുന്ദരമായിരുന്നു ആ കാലം. എന്നാ നാട് മറന്ന് കാട് കയറാമായിരുന്നില്ലേ? കിടുമ്പി, നീയോ? വാക്കുകൾ കിട്ടുന്നില്ല ചൊല്ലാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണണമായിരുന്നോ? ഈ വേഷത്തിൽ എന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? ഞാൻ ആ നാട്ടരജൻ ഭീമനല്ല. വിരാട രാജ്യത്തെ പാചകക്കാരനാകാൻ ഒരുങ്ങുന്നവൻ ഈ ഞാൻ. വേഷം എത്ര മാറിയാലും ഗന്ധങ്ങൾ ചതിക്കില്ലല്ലോ. അരികിലഴകായി രാജാത്തിയെ കൂടി കണ്ടപ്പോൾ തീർച്ചയായും. പ്രാതാക്കന്മാരും ദ്രൗപദിയും പോയി കഴിഞ്ഞു. നീയും പോയിക്കൊള്ളുക. മറ്റൊരാൾ സാക്ഷിയാകുന്നുണ്ട്. പോകുന്നു. യാത്രയിലുടനീളം കരുതാനൊരു നല്ല സമ്മാനം തരാനുണ്ട് എന്റെ കയ്യിൽ. ഇത് ഛായാമുഖി. മഹാമായാവിനികൾക്ക് കാട്ടിലിവിടെ നിന്ന് കിട്ടിയ മായ കണ്ണാടി. കണ്ണാടിയോ? മുഖമടിവ് നോക്കാനുള്ള സാവകാശം ഇന്നെന്റെ ജീവിതത്തിൽ ഇല്ല കിടപ്പി. മായാശീലമുള്ളതാണ് ഛായാമുഖി. ആരിതിൽ നോക്കുന്നുവോ അയാളുടെ ഹൃദയകാമ്പിൽ ആരാധിക്കുന്ന രൂപം ഇത് കാട്ടിത്തരും. ഇത് ഇത് വാങ്ങണം. ഛായാമുഖിയോ? ദ്രൗപദി, എന്റെ മുഖത്തിന് പകരം ദ്രൗപദി. ഒരു നിമിഷം ഞാൻ നനച്ചത് ഇതിൽ എന്നെ തന്നെ ആയിരുന്നില്ലേ? ഭീമന്റെ ഉള്ളതറിയ ദ്രൗപദിയാണെന്ന് ഇവിടെ ആർക്കാണ് അറിയാത്തത്? വെറുതെ മനക്കോട്ട കെട്ടി ഞാൻ. ചില മനുഷ്യർ അങ്ങനെയാണ്. അവരെ നേടാനോ നഷ്ടപ്പെടുത്താനോ നമുക്ക് കഴിയില്ല. അറിയാനൊരാകാംക്ഷ. നിന്റെ ഉള്ളിലുള്ള ആ മുഖം അത് ആരുടെ താല്പര്യം? അത് കാടിന്റെ രഹസ്യമായിരിക്കട്ടെ. ഞാൻ പോകുന്നു. നാട്ടരജന്റെ ചരിത്രയാത്രയ്ക്ക് വഴി തടയുന്നില്ല ഞാൻ. ഛായാമുഖി തേടിയ വള്ളി കാലിൽ ചുറ്റി. ഇതിനടുത്ത് പോയിട്ട് തന്നെ കാര്യം. അണ്ണാ എത്ര കിട്ടും ഇതിന്? നമുക്ക് നോക്കാണ്. സാധനം കയ്യിലെത്തിയില്ലോ. ഹേ, വിരാടമോ? അവിടെ എന്താണ്? അവിടെയല്ലേ പ്രസിദ്ധമായ വസന്തോത്സവം? അതെ അതെ, ഏഴാനുള്ള ശക്തിയുള്ളവനും മല്ലന്മാരുടെ പേടി സ്വപ്നവുമായ ജിമൂതൻ അങ്കത്തട്ടിലേക്ക് വരുന്നുണ്ട്. രംഗം 2 ദ്വന്ദ്വയുദ്ധം. വരുന്നു നിന്നെ എതിരിടാൻ കരുത്തനായ ഈ ഞാൻ. പേശിവലം കാട്ടിയും ആക്രോശിച്ചു. അയാളുടെ ധാർഷ്ട്യം കണ്ടില്ലേ? ഭീമ, പോയി എതിരിടും. കാണട്ടെ നിന്റെ ശക്തി വിരാടം. എന്താണ് ഒരാശങ്ക? യാത്രയിലുടനീളം എന്തോ മറയ്ക്കുന്ന പോലെ തോന്നിയിരുന്നു. എന്താണ് കയ്യിൽ? ഏയ്, ഒന്നുമില്ല. എന്തോ ഉണ്ട്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയാറില്ലേ? അതെ, കണ്ണാടി തന്നെ. ഇത് ഛായാമുഖി. മറ്റൊന്നും എന്നോട് ഇപ്പോൾ ചോദിക്കരുത്. അതിൽ നോക്കുകയും അരുത്. ഈ വിരാട രാജ്യത്തെ രാജ്ഞിക്ക് തോഴിയായി വേഷം മാറുന്ന നിന്റെ കയ്യിൽ ഈ കണ്ണാടി കണ്ടാൽ ആരും സംശയിക്കില്ല. എന്റെ കയ്യിന് വേണ്ടത് ചട്ടുകമാണ്. പാചകക്കാരനാണല്ലോ. ശരി, സമ്മതിച്ചു. ഇനി ദ്വന്ദ്വയുദ്ധമാവുമല്ലോ. ആവാം. വരുന്നു വരുന്നു നിന്നെ എതിരിടാൻ കരുത്തനായ ഈ മിടുക്കൻ സിംഹം. ചെമ്മയുള്ള സിംഹം താൻ വന്നെതിർക്കിലും തോറ്റിയിടില്ല ഞാൻ. ശരിയല്ല
അങ്ങനെ ഉഗ്ര രണാന്ത്യത്തിൽ ഭീമൻ ജിമൂതനെ വധിച്ചിരിക്കുന്നു. ഇതിൽ സംപ്രീതി കൊണ്ട വിരാട് രാജൻ ഭീമനും കൂട്ടർക്കും കൊട്ടാരത്തിൽ ജോലി വാഗ്ദാനം ചെയ്തു. അല്ല, പാണ്ഡവർക്ക് കൊട്ടാരത്തിൽ എന്താ ജോലി? അവർ അജ്ഞാതവാസത്തിലാണല്ലോ. ഭീമൻ കൊട്ടാരത്തിലെ പാചകക്കാരനായും പാഞ്ചാലി റാണിയുടെ തോഴിയായുമാണ് വേഷം മാറിയാണ് കൊട്ടാരത്തിൽ കയറുന്നത്. രംഗം 3 വെളിപാട്. കണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ വന്നില്ലേ? നീ യുദ്ധം ചെയ്ത് വിജയിച്ചത് കൊണ്ട് കൊട്ടാരത്തിൽ കയറി പറ്റിയില്ലേ? ഞാനും ഭവതി റാണിയുടെ തോഴിയായതുകൊണ്ട് ഇനി നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ വളരെ വിരളമായിരിക്കും. ഈ ഛായാമുഖി ഉയിര് പോലെ കാക്കണം. അനിത, അതിൽ നോക്കരുത്. അത് സ്വന്തം മുഖം നോക്കാനുള്ളതല്ല. അതിൽ നീ ദർശിക്കുന്ന മുഖം കാണാനുള്ള ധൈര്യം എനിക്കില്ല. ഒരു കണ്ണാടി നോക്കുന്നതിൽ എന്തിനെത്ര അധൈര്യപ്പെടണം? അത്ഭുതം! എന്താണിത്? ഞാൻ തന്നെയോ അതിൽ? അതെ. ഒരിക്കൽ കൂടി നോക്കൂ. ഞാൻ കാണേ ഈ ഭീമനോ നിറഞ്ഞു ചിരിക്കട്ടെ. അർജുനൻ, വെള്ളാളി വീരനായ എന്റെ സഹോദരൻ അർജുനൻ നുണ പറയരുതായിരുന്നു. കിടന്നു പോകണമെന്ന്. അത് ഞാൻ പോകാൻ. ഛായാമുഖിയിലെ ആ മായ കാഴ്ച ഭീമന്റെ മനസ്സിനെ പിടിച്ചുലച്ചു. കൊടുങ്കാറ്റിൽ ആടിയുളിഞ്ഞ പായ്ക്കപ്പൽ പോലെ ആ മനസ്സ് ശുഭിതമായി. എങ്കിലും ദ്രൗപദി എന്തിനാണ് കള്ളം പറഞ്ഞത്? തന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഭീമനോട്. ഹിഡുമ്പിയുടെ ഈ പ്രണയ ഉപഹാരം ശരിക്കും അതൊരു ഉപഹാരമാണോ അതോ ശാപമാണോ? ഈ ഛായാമുഖി എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഇതുകൊണ്ട് ഇവിടെ നടക്കുന്നത്? തുടർന്ന് കാണാം. രംഗം 4 ചീട്ടുകൊട്ടാരം. ഇതാ സേനാനായകൻ കീചകൻ ഉദ്യാനമല്ലേ? ദ്രൗപദി വേഷം മാറിയ മാലിനി. അവൾ ഇവിടേക്കാണ് ഛായാമുഖിയുമായി ഓടിപ്പോയത്. കീചകൻ വരുന്നു. അയാളെ കണ്ണിപ്പെടണ്ട. അന്തപുരത്തിൽ എന്തുണ്ട് വാർത്തകൾ? ദാസിമാർക്കൊക്കെ ആനന്ദമല്ലേ? വന്നേ. നിനക്ക് എന്റെ വക ഒരു കുടം മധു. രാത്രിയിൽ എന്റെ ഒപ്പം സഹസൈന്യത്തിന് ലാവണ്യമുള്ള ഒരുവൻ. ഇന്നതിന് ആർക്കാണ് അവസരം? നീ കണ്ടെത്തുമോ? റാണിയുടെ സ്വകാര്യ മാളികയിൽ ഒരു പുതിയ സുന്ദരി വന്നിട്ടുണ്ട്. മാലിനി. അവൾ ആ ഉദ്യാനത്തിലുണ്ട്. ഇനിയെല്ലാം അങ്ങൊന്നെ ഇഷ്ടം. എങ്കിൽ പിന്നെ കണ്ടിട്ട് തന്നെ കാര്യം. ഇവൻ കീചകൻ. ഇവൻ ഈ കഥയിൽ ആദ്യമാണ്. ആളൊരു കവിയാണ്, വില്ലാളി വീരനാണ്, പിന്നെ ഒരു സൗന്ദര്യ ആരാധകനുമാണ്. മയക്കുന്ന മണമുള്ള പൂക്കൾ നീർത്തടാകത്തിൽ നിറയും താമരകൾ. ഞാൻ കീചകൻ. ഞാൻ മാലിനി. കേട്ടു, അറിയാം കൊട്ടാരത്തിലെ പുതിയ പെൺപൂവിനെ. ഞാൻ പോട്ടെ. രാജ്ഞിയുടെ പട്ടിനീരായിട്ട് കഴിഞ്ഞ് ചൂടാനുള്ള ഈ പൂക്കൾ എനിക്ക് എത്തിക്കണം. കുലസ്ത്രീകൾ അങ്ങനെയാണ്. ആദ്യമൊന്നും സമ്മതിക്കില്ല. ഞാൻ സേനാധിപതിയാണ്. വഴി തടയുന്നതിലും രാജ്യത്വം അവകാശപ്പെടുന്നവർ ഈ നാട്ടിലുമുണ്ടോ? കൈവിടൂ. അതെ, നിൽക്കൂ. പിണങ്ങല്ലേ. പൂക്കളെ എവിടെ പോകാൻ? തിരികെ എന്റെ അടുത്ത് തന്നെ വരും. ഇത് ഛായാമുഖിയല്ലേ? മുഖം മറച്ച് മനസ്സ് കാട്ടുന്ന മായക്കണ്ണാടി. മണമൂറുന്ന എന്റെ മനസ്സുലച്ച് ഏത് ചെത്താമരയാണ് ഈ ഛായാമുഖിയിൽ വിരിയുക എന്ന് നോക്കാം. ഒന്നുമില്ല, ആരുമില്ല.
മുഖമില്ലാത്തവനോ ഈ കീചകൻ? അല്ല അല്ല, ഞാൻ എല്ലാറ്റിനെയും സ്നേഹിക്കുന്നു. പൂക്കളെ, പുഴകളെ, പുതുമയെ, പഴമയെ, നന്മയെ, തിന്മയെ, ഞാൻ എല്ലാറ്റിനെയും ആരാധിക്കുന്നു. എല്ലാറ്റിനെയും കൂടി ഉൾക്കൊള്ളാൻ ഈ ഛായാമുഖിക്ക് അതിന്റെ വിരുതു പോരാ. വിളക്കണച്ചേക്ക് ഞാൻ ഇനി ഇതിൽ നോക്കുന്നില്ല. ഇരുൾ തന്നെയാണ് എനിക്കിഷ്ടം. വിളക്കണയ്ക്കാൻ ഇരുളിനെ കീർത്തിച്ചൊരു കവിത എഴുതണം എനിക്ക്. ഇരുട്ടത്തിരുന്ന് ഇതേ സമയം ദ്രൗപദി ഭീമന്റെ അടുത്തേക്ക് ഓടി. കലികൊള്ളിയാണ് പോയിരിക്കുന്നത്, എന്തും സംഭവിക്കാം. രംഗം 5 ദ്രൗപദി ശപഥം. ഇവിടെയാകും എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഉണ്ടും ഉറങ്ങിയും ജീവിക്കുന്ന 5 ഭർത്താക്കന്മാർ. അന്ന് കൗരവ സദസ്സിലും ഇന്നിപ്പോൾ കീചക കൊട്ടാരത്തിലും എന്റെ മാനം പണയപ്പെട്ടപ്പോൾ ഈ ദ്രൗപദി ഒറ്റയ്ക്ക്. കീചക കൊട്ടാരത്തിലോ? എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു എന്നല്ല, ഇനി എന്താണ് സംഭവിക്കേണ്ടത് എന്ന് ഞാൻ പറയാം. കീചകന്റെ അന്ത്യം അത് ഭീമന്റെ കൈകൊണ്ടാവണം. എന്നിട്ട് മാത്രമായിരിക്കും ഞാൻ എന്റെ മുടി കെട്ടുക. ഞാനൊരു വഴി പറയാം. ഭവതി അത് ശാന്തമായി കേൾക്കണം. ഭവതി കീചക കൊട്ടാരത്തിലേക്ക് പോകണം. എന്നിട്ട് എന്തായിരിക്കും എന്റെ പദ്ധതി? മഹാബലശാലിയാണ് കീചകൻ. ഉടവാളാണെങ്കിൽ എപ്പോഴും കയ്യിലും കരുതൽ. ഭീമന്റെ കയ്യിലാണെങ്കിലോ ആയുധങ്ങളുമില്ല. വേഷം എത്ര മാറിയാലും രാജതന്ത്രങ്ങൾ മറക്കില്ലല്ലോ. എത്രയെത്ര യുദ്ധങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത എതിരാളികൾ. അതിനെയെല്ലാം നിഷ്പ്രയാസം ജയിച്ചവനാണ് ഈ കുന്തിപുത്രൻ. നമുക്ക് കാണാം. രംഗം 6 കീചകവധം. നിരത്തട്ടെ മഞ്ചാടിമണികൾ, കളിക്കാം പല്ലാങ്കുഴി. മറ്റാരും കാണാതെ നമുക്ക് ഒളിച്ചു കളിച്ചാലോ? അതിന് തുടങ്ങാം. നീയൊരു രസികത്തി തന്നെ. ആ വാളങ്ങ് മാറ്റിയിട്ട് ഇല്ലെങ്കിൽ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ. എവിടെ പോയി? കളി തുടങ്ങിയോ? ഞാൻ കണ്ടുപിടിക്കും. ആ, ഇവിടെ ഉണ്ടല്ലേ. ഭീമ, അവൾക്ക് പകരം നീയോ? അതെ, ഭീമൻ തന്നെ. മരിക്കാൻ ഒരുങ്ങിക്കോളൂ. ദ്രൗപദിയോ? നിന്റെ മുഖത്തിന് നേരെ പിടിച്ച ഛായാമുഖി ദ്രൗപദിയുടെ മുഖം.
അല്ല ഭീമ, ഇതെന്റെ ചങ്കിന് നേരെ പിടിച്ച സത്യം, എനിക്ക് കൂടി വിശ്വസിക്കാനാവാത്ത സത്യം. സമയമാകുന്നു ഭീമ, എന്നെ കൊന്നുകളഞ്ഞേക്ക്. അജ്ഞാതവാസ കാലമാണിത്, ആരും കാണേണ്ട. ആവുന്നില്ല എന്റെ കൈകൾക്ക്. അവൾ അവൾ നിനക്കും പ്രിയമുള്ളവൾ. എന്റെ പ്രണയം അവൾക്ക് മറുപടിതാണോ? സത്യത്തിൽ ഞാൻ അവളെ സ്നേഹിക്കുന്ന പോലെ തീക്ഷ്ണമായി നീയും അവളെ സ്നേഹിക്കുന്നുവോ? സ്നേഹിച്ചാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? കീചകന്റെ ജീവിതത്തിൽ അഭിനയ സാധ്യതയുള്ള ഏക മുഹൂർത്തം ഇത് മാത്രമാണ്. ഭീമൻ കൊന്നില്ലെങ്കിൽ ഈ കീചകന് എന്ത് പ്രസക്തി? അതുകൊണ്ട് എനിക്ക് മരിച്ചേ പറ്റൂ. വിരോചിതമായി എന്നെ കൊന്നോളൂ ഭീമ, തികച്ചും ഭാരതീയമായി. ഞരമ്പും വലിച്ചു മുറുകി പൊട്ടിപ്പോകുന്നത് പോലെ മായ കാഴ്ചകളുടെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് ഞാൻ എവിടെ പോയി ഒളിക്കണം? യാഥാർത്ഥ്യത്തിന്റെ മുൾമുനയിൽ സ്നേഹത്തിന്റെ വിഷം പുരട്ടി പ്രണയത്തെ കൊല്ലുന്നവർ. കീചക, മാപ്പ് മാപ്പ്. പ്രണയം പ്രണയം പ്രണയിക്കുക എളുപ്പമാണ്, പ്രണയിക്കപ്പെടാനാണ് ഭാഗ്യം വേണ്ടത്. വേണ്ടത്ര ശക്തിയും ബുദ്ധിയും ഉണ്ടായിട്ടും ഏകാന്ത വേദന ഏറ്റുവാങ്ങുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതീകമാണ് ഈ ഭീമൻ. ആത്മസംഘർഷം പങ്കിടാനാവാതെ ഭീമൻ രാജദൗത്യത്തിലേക്ക് യാന്ത്രികമായി നടന്നു. ഛായാമുഖി അത് ഉടഞ്ഞു പോയിരിക്കുന്നു. ഇനി മറ്റാരുടെയും സ്നേഹത്തെ പരീക്ഷിക്കാതെ അത് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നു. താങ്ക് യു എവരിവൺ. എന്നും KOC, എപ്പോഴും എവിടെയും KOC.